അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിനാനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. ക്രൂശിലൻ യേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം. ക്രൂശിലൻ യേശുവിൻ ത്യാഗം എന്നാത്മാവിൻ സാന്ത്വനം. ഓ എന്നാത്മാവിൻ സാന്ത്വനം. സുഭാഷിതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. Afterward Jesus found him in the temple and said to him, See, you have been made well. Sin no more, lest a worse thing come upon you. ദേവാലയത്തിൽ കണ്ട ഈ മനുഷ്യൻ ആരാണെന്നും അദ്ദേഹത്തിനോട് യേശു കർത്താവ് ഇങ്ങനെ ആവശ്യപ്പെടുവാൻ കാരണം എന്താണെന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി അധ്യായത്തിന്റെ ആരംഭം മുതൽ നമുക്ക് ചിന്തിക്കാം. യഹൂദന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കുവാൻ യേശു യെരുശലേമിലേക്ക് പോയിരിക്കുന്നു. 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെഥസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. ബെഥസ്തയുടെ അർത്ഥം ദയയുടെ വീട്. അവിടെ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ വെള്ളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും. അവിടെ 38 സംവത്സരമായി രോഗം പിടിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് അവനോടൊരു ചോദ്യം കർത്താവ് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. ഈ ചോദ്യം ഒരുപക്ഷെ ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നിയേക്കാം. ഉള്ള അവസ്ഥ നന്നായി അറിയുന്ന, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവാണ് ചോദിച്ചത്. ഒരുപക്ഷെ ഉള്ള സാഹചര്യത്തിൽ സന്തോഷിച്ച് പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് താൻ ദീർഘവർഷങ്ങളായി ആ അവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ തന്നെയായിരിക്കാം താല്പര്യപ്പെട്ടിരുന്നത്. നമ്മെക്കുറിച്ച് സകലതും നന്നായി അറിയുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് നാം വരുമ്പോൾ ഉള്ള അവസ്ഥ കർത്താവിനോട് തുറന്നു പറയാം. നമ്മുടെ സാഹചര്യങ്ങളെ ഉയർത്തിക്കാട്ടി പലപ്പോഴും പല ഒഴിവുകഴിവുകളും കർത്താവിനോട് പറയുവാൻ നാം മുതിർന്നേക്കാം. സാഹചര്യങ്ങൾ ഒന്നും തന്നെ കർത്താവിന് വിഷയമല്ല. അവൻ്റെ അവസ്ഥയറിഞ്ഞ് മനസ്സലിഞ്ഞ കർത്താവ് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് അവനോട് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. തന്നെ സൗഖ്യമാക്കിയവൻ ആരാണെന്ന് അവൻ അറിഞ്ഞതുമില്ല. ശബത്തിൽ കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് യഹൂദന്മാർ പറഞ്ഞപ്പോൾ, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ആ മനുഷ്യൻ അവരോട് സാക്ഷ്യം പറഞ്ഞു. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് പറഞ്ഞ വാക്കുകളാണ് നാം കുറിവാക്യമായി വായിച്ചത്. യേശു നമുക്ക് നൽകുന്ന വിടുതലിലും സൗഖ്യത്തിലും നിലനിന്നു പോകണമെങ്കിൽ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കണം. പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവനോട് കർത്താവ് പറഞ്ഞു, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഒരിക്കൽ നാം സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപത്തിലേക്ക് വീണ്ടും മടങ്ങരുതെന്ന് പുതിയ നിയമത്തിൽ നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുകയില്ല. പത്രോസ് പറയുന്നത്, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ
അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തതിനേക്കാൾ അധികം വഷളായിപ്പോയി. കർത്താവ് നമ്മെയും ഓർമ്മിപ്പിക്കുന്നത് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. ഗാഡ് ബ്ലെസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. സൗഖ്യദായകൻ യേശു ആത്മാവിൽ ശാന്തിയേകും. ജീവന്റെ നായകൻ ക്രിസ്തു ജീവനിൽ നടത്തിയിടും. ഓ ജീവനിൽ നടത്തിയിടും. സൗഖ്യദായകൻ യേശു ആത്മാവിൽ ശാന്തിയേകും. ജീവന്റെ നായകൻ ക്രിസ്തു ജീവനിൽ നടത്തിയിടും. ഓ ജീവനിൽ നടത്തി